അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മിൽ പല ആളുകളും ട്രെയിനിലും KSRTC ബസ്സിലും ദീർഘദൂര സർവീസ് ചെയ്യുന്ന ഓൾവോ ബസ്സുകളിലും ഒക്കെ യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ നമസ്കരിക്കുന്ന സമയത്ത് യാത്രക്കാരന് കിബിലക്ക് നേരെ നിൽക്കണോ, കിബില ശ്രദ്ധിക്കണോ എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും. നാം മനസ്സിലാക്കേണ്ടത് ഫർള് നമസ്കാരങ്ങളിൽ കിബില വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സുന്നത്ത് നമസ്കാരങ്ങൾ എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ നമസ്കരിക്കാമെന്ന്. എന്നാൽ ഫർദ് നമസ്കാരങ്ങളായ ദുഹർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹി ഈ വിഷയത്തിൽ കിബില തന്നെ പാലിച്ച് കിബിലക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കേണ്ടതുണ്ട്. ഫർദ് നമസ്കാരങ്ങൾ സുന്നത്ത് നമസ്കാരം പോലെയല്ല, നിർബന്ധമാണ്. അതുകൊണ്ട് സുന്നത്ത് നമസ്കാരത്തിൽ കിബിലക്ക് നേരെ തിരിയാൻ പറ്റിയില്ലേലും, അങ്ങനെ കിബിലക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കൽ തന്നെയാണ് നല്ലതെന്നുള്ള വിഷയം തർക്കമില്ല. പക്ഷെ തിരിയാൻ പറ്റിയില്ലേലും ഫർദ് നമസ്കാരങ്ങൾ കിബിലക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കണം എന്നുള്ള ചർച്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് തെളിവായി പറയുന്നത് ഫവല്ലു വുജൂഹക്കും ഷത്രഹു, കഅബാലയത്തിന്റെ നേരെ നിങ്ങൾ മുഖം തിരിക്കണം എന്ന ആയത്താണ്. മിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ഷത്രൽ മസ്ജിദിൽ ഹറാം, നിങ്ങൾ എവിടെ നിന്ന് പുറപ്പെട്ടാലും നിങ്ങളുടെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേരെ, വഹൈസു മാ കുന്തും ഫവല്ലു വുജൂഹക്കും, നിങ്ങൾ എവിടെയാണെങ്കിലും കിബിലക്ക് നേരെ തിരിയണമെന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫർദ് നമസ്കാരങ്ങൾ കിബിലക്ക് നേരെ തിരിഞ്ഞു വേണം നമസ്കരിക്കാൻ, അത് യാത്രക്കാരനാണെങ്കിൽ പോലും എന്ന ചർച്ചയാണ് കാണാൻ കഴിയുന്നത്. ഇമാം ബുഖാരി ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദക്കും ഇല സ്വലാ, നിസ്കരിക്കാൻ വേണ്ടി എന്നാൽ നന്നായി ഒന്നുവെടുത്ത് നിസ്കരിക്കണം. അതേപോലെ കിബിലക്ക് നേരെ തിരിഞ്ഞ് തക്ബീർ കൊടുക്കണമെന്നാണ്, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടണമെന്നാണ്. അപ്പൊ കിബിലക്ക് നേരെ തിരിയുക എന്നുള്ളത് ഫർദ് നമസ്കാരത്തിലെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? ഒന്ന്, യാത്രക്കിടയിൽ കിബിലക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കാൻ പറ്റുന്ന സാഹചര്യം വരികയാണെങ്കിൽ അവർ ജം ആക്കി നമസ്കരിക്കുക. ഇപ്പൊ ലുഹറിന്റെ നമസ്കാരം അസറിന്റെ സമയത്ത് ഒരു പള്ളിയിൽ വെച്ച് യാത്രക്കാരന് പള്ളിയിൽ ഇറങ്ങിയോ റൂമിൽ വെച്ചോ നമസ്കരിക്കാൻ അവസരം കിട്ടിയാൽ കിബിലക്ക് നേരെ തിരിഞ്ഞ് ജം ആക്കി, ആ ജം തഖ്ദീമാക്കി നമസ്കരിക്കാവുന്നതാണ്, ജം തഅഖീറാക്കി നമസ്കരിക്കാവുന്നതാണ്. ജം തഅഖീർ എന്ന് പറഞ്ഞാൽ അസർ ലുഹറിന്റെ കൂടെ അസറിന്റെ കൂടെ ലുഹർ, തഖ്ദീം എന്ന് പറഞ്ഞാൽ ലുഹറിന്റെ കൂടെ അസർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നിസ്കരിക്കാവുന്നതാണ്. ഇനി അതല്ല, നമ്മൾ വാഹനത്തിൽ കയറി വഖത്ത് പോകും, നിസ്കാരം കളയാകും, കിബില എവിടെയാണെന്ന് അറിയില്ല, അറിഞ്ഞാൽ തന്നെ തിരിയാൻ പറ്റില്ല, അത്തരം ഒരു സന്നിഗ്ധ ഘട്ടമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണോ നിസ്കരിക്കാൻ പറ്റുക അങ്ങനെ നമസ്കരിക്കാവുന്നതാണ്. മാക്സിമം ഫർദ് നമസ്കാരങ്ങൾ കിബിലക്ക് നേരെയാവാൻ ശ്രദ്ധിക്കുക. വാഹനങ്ങൾ നിസ്കരിക്കുന്ന ആളുകൾ വാഹനം പുറത്തിറങ്ങുമ്പോൾ നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ ആ രൂപത്തിൽ നമസ്കരിക്കലാണ് ഉത്തമം. ഇനി പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും പ്രയാസമാണെങ്കിൽ വാഹനത്തിൽ നിസ്കരിക്കാം. പക്ഷെ കഴിവതും കിബില ശ്രദ്ധിക്കാൻ, കിബില നോക്കാൻ നമ്മൾ ശ്രമിക്കണം. അതും പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമാണ് എങ്ങനെയാണോ നിസ്കരിക്കുന്നത് അതുപോലെ നിസ്കരിക്കാൻ വേണ്ടിയുള്ള വിധി ബാധകമാവുക എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.